അണ്ണാ ഞാൻ ഈ തങ്കരാനെ വിളിക്കണ്ട. വിളി 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 വിളി. ഹലോ തങ്കരാജല്ലേ? ഹലോ ശശിരാജ? ഓ അപ്പൊ എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. നിങ്ങൾ ഭയങ്കര കോൺട്രാക്ട് അല്ലേ? ഞാൻ ശങ്കരൻ, പണ്ട് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് വാടക താമസിച്ചിരുന്നത്. ഓ അത് തന്നെ നമ്മളൊരു ബന്ധുവുണ്ട് ബാലു. ഓ നിങ്ങൾ പറഞ്ഞു നോക്കും, ഒരു സംബന്ധം വന്ന് പലതും നടക്കണില്ല എന്ന് പറഞ്ഞു, ഒന്ന് നോക്കാൻ പറഞ്ഞില്ലേ? ഓ ബാലുവിൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ആ ബാലു എൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം കേട്ടാ. നമസ്കാരം തങ്കരാജ്, ശശിരാജ്. ആ ഞാൻ ബാലു, ബാലൻ്റെ തമ്പി. താമസം ഇവിടെ പാറമടയില്ലേ? പാറമട അവിടെ തന്നെ. ആ ഓ കോൺട്രാക്ടറാണ്, ഞാൻ സൂപ്പർവൈസറാണ്. MM ബിൽഡേഴ്സ്, മുരളി മോഹൻ അറിയാമോ? എഞ്ചിനീയർ അറിയാം. അത് ശരി. ആ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അല്ല ഞാനിങ്ങനെ നമ്മളെ ശങ്കരണ്ണം പറഞ്ഞപ്പോഴേ മോന് വേണ്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരുപാട് ആലോചനയൊക്കെ വന്നു. ആ ഓക്കെ ഓക്കെ. ആ ഞാൻ ഒരു ഉച്ച തിരിഞ്ഞൊരു 3 മണിക്ക് അങ്ങോട്ട് തിരിക്കാം. അപ്പോൾ നമുക്ക് സംസാരിക്കാം, പരിചയപ്പെടാം. ഒപ്പം ചെറുക്കനെ കൊണ്ടുവരാം, കാണാമല്ലോ. മിസ്റ്റർ തങ്കർ അല്ല ഞാൻ ഓപ്പണാണ് മിസ്റ്റർ തങ്കരാജ്, അല്ല ശശിരാജ്. ഓക്കെ ഓക്കെ ശരി. ആരുള്ള മാറ്റി പറഞ്ഞ ഞാൻ അറിഞ്ഞൂടാ. ആ എന്ന് പറഞ്ഞത് ശശി ജോസ്. ശശി ജോസാ? അണ്ണാ ശശിരാജ്. ഓ ശശിരാജ്. തങ്കരാജ് തങ്ക വരെ ശയ്യാക്ക് എന്താണ് പലതും. എടേ എന്തൊരു ഇളവാവട്ടെ, സംഭവം ഓക്കെ ഉണ്ട്. ഓ മകളെ അത് മുടിയാ മകളെ അടിച്ചല്ലേ? ശശിരാജ് സമ്മതിച്ച്. ശശിരാജ്? ആര് ശശിരാജ്? നിന്റെ മാമൻ. എന്റെ മാമനാ? നിന്റെ പെണ്ണിന്റെ അച്ഛൻ. നിന്റെ അച്ഛനാ? നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അച്ഛന്ന്. ഞാൻ കെട്ടാൻ പോണേ എപ്പാ? അല്ല ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇതൊക്കെ എനിക്ക് അങ്ങനെ അറിയാം. മകളെ നേരത്തെ പറഞ്ഞില്ലടാ, അച്ഛന്റെ ഫ്രണ്ട് ഒരു ശശിരാജിന്റെ കാര്യം പറഞ്ഞില്ലടാ. തങ്കരാജല്ലച്ചാ? തങ്കരല്ല, തലയ്ക്ക് വടിവില്ലാത്ത വാർത്തമാര് പറഞ്ഞിട്ടുണ്ട്. എടാ ശശിരാജിന്റെ മോളല്ലേ നീ കെട്ടാൻ പോണത്? കെട്ടാൻ പോണാ? അല്ലല്ല കാണാൻ പോണത്. കാണാൻ പോണാ? ഇയാൾക്ക് വായും വെച്ചോണ്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? മക്കളെ പെൺകുട്ടിയുടെ അച്ഛൻ ശശിരാജ് നമ്മൾ പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിലോട്ട് ചെല്ലണം. കൂട്ടത്തിൽ സൗഹൃദ സംഭാഷണവും. നിനക്ക് പെണ്ണിനെയും കാണാനല്ല. അല്ല പെണ്ണിന്റെ പേരെന്താ? പെണ്ണിന്റെ പേര് ചെറുക്കന്റെ പേര് അവർക്ക് അറിഞ്ഞൂടല്ലേ, പിന്നെ നമ്മളെന്തിനു പെണ്ണിന്റെ പേര് അറിയണത്? ഒരു ഫോട്ടോ എങ്കിലും അയക്കായിരുന്നു. നമ്മൾ 3 മണിക്ക് പോവേല്ലേ, അപ്പോഴും കാണാമല്ലോ. അതെ, അത് മാത്രമല്ല ഈ ഫോട്ടോ എന്നൊക്കെ പറയുമ്പോഴേ മൊത്തം ഫിൽറ്റർ ഒക്കെ ഇട്ടാ പറഞ്ഞത്, വിശ്വസിക്കാൻ പറ്റില്ല, വിലയിരുത്താൻ പറ്റില്ല. നീലു, ഈ പെണ്ണിന്റെ അച്ഛയില്ലേ, നമ്മൾ എഞ്ചിനീയർ സാറായിട്ട് നല്ല ബന്ധമാണ്. സാറിന് ഒരുപാട് വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചേർന്ന ബന്ധം തന്നെ. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റും? നമ്മളവിടെ പോകണം, പെണ്ണ് കാണണം, അതുമല്ല പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടണം, ഇവൻ ഇഷ്ടപ്പെടണം, ജാഥ പൊരുത്തം നോക്കണ്ടേ? ഓ ഇടേ അതിന്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കട്ടെ. അല്ല കാര്യങ്ങളെല്ലാം ഒന്ന് വ്യക്തമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ട് പോകുന്നതല്ലേ നല്ലത്. ആദ്യം പോയി നോക്കാം. മൊത്തത്തിൽ അന്തരീക്ഷം ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. എടാ അത് ഓക്കെ ആയിരിക്കും, എനിക്കറിഞ്ഞൂടെ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കെങ്ങനെ അറിയാം? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അല്ല ഇത് ഇന്ന് തന്നെ പോണെന്ന് പറഞ്ഞാൽ പെട്ടെന്നായി പോയില്ലമ്മ. എടാ മക്കളെ, ചില പെണ്ണ് കാണലും കല്യാണമൊക്കെ എങ്ങനെയാണ്, നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് നടക്കും. എന്റെ മനസ്സ് പറഞ്ഞത് നടക്കുമെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ത്യാഗരാജനെ കാണുമോ? ത്യാഗരാജല്ല, ശശിരാജ്. ഇയാൾക്ക് ത്യാഗരാജ് എന്താ ആയിക്കോട്ടെ. ചേട്ടത്തി ഇത് എന്തോന്ന് ചേട്ടത്തി? ശശിരാജ്, ത്യാഗരാജ്, തങ്കരാജ്, എന്താണാ നിങ്ങള്? എടാ എല്ലാം ഈ ശശിരാജിന്റെ അവതാരമാണ്. തങ്കരാജ്, ശശിരാജ് എല്ലാം. ഞാൻ ഇനി മാറ്റി പറയും. അപ്പൊ എങ്ങനെ 3 മണിയാകുമ്പോ ചെമ്പൂക്ക് വീട്ടിൽ എത്തണം. ഈ 3 മണി എന്ന് പറയുമ്പോ ഒരു വല്ലാത്ത സമയമല്ലേ? അത് തന്നെ ഞാൻ പറയണത്, ഒരു 4 മണിക്ക് പോണതാണ് നല്ലത്. അല്ല ഈ ശശിരാജിന്റെ കാര്യം നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ശശിരാജിന്റെ കാര്യം പറയാമല്ലോ, ഇനിയും പറയാമല്ലോ, സമയമുണ്ടല്ലോ. അതെ എന്തായാലും ഞാനും കൂടെ വരും കേട്ടാ.
നീ പോവണ്ട. ആ ചേച്ചി പോവണ്ട. ചേച്ചി കൊണ്ട് കഷ്ടമല്ലേ ഇതിപ്പം. ആദ്യം ഞാൻ പോണ കാര്യം ഒന്ന് തീരുമാനിക്കട്ടെ. അയ്യോ അതൊക്കെ അങ്ങനെ സുരേന്ദ്ര നീ കൂടെ പറഞ്ഞേ. ഞാൻ കൂടെ വരാം. ആ ഇത് എനിക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവണം. എല്ലാം കൂടെ ഒരു കുഴഞ്ഞും മറിഞ്ഞ് കിടക്കണം. ശരി, ഞാനും വരാം. ഓ ഒന്നുമില്ല. നീ പോയി പോടെ. അപ്പൊ ദേവി ഇത് കുളവായിക്കളയുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഡേയ്, നീ പോയി. ഞാൻ വീട്ടിൽ വിളിച്ച് പറയട്ടാ. എന്ത് മുടിയിലെ പെണ്ണ് കാണാൻ പോണ കാര്യം. നിന്റെ പൊന്നെ ഒന്ന് വെപ്രാളം കാണിക്കാണ്ടിരിക്കും ബാലു. എന്തെങ്കിലും ഒന്ന് ആവട്ടെ. അത് എടി സെറ്റായ ഞാൻ നടത്തും. ആദ്യം അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടണ്ടേ ഞാൻ പെണ്ണ്. പെടുത്തും. അങ്ങോട്ടൊന്ന് വരാൻ പോലും അവൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. പിന്നെയാണ് പെടുത്താൻ പോണത്. മുടിയിൽ വിളിച്ചിട്ടാ. ഓക്കേ. നീ പറഞ്ഞ് സമ്മതിപ്പിക്കും കേട്ടാ. എനിക്ക് പറഞ്ഞു നോക്കാനല്ലേ പറ്റുള്ളൂ, സമ്മതിപ്പിക്കാൻ പറ്റില്ല. നീ പറഞ്ഞാൽ അവ സമ്മതിച്ചോളൂ. ആണെങ്കിൽ ഞാൻ ചേട്ടനൊന്ന് നിർബന്ധിച്ച് നോക്കാം. എന്തായാലും ഇന്ന് കെട്ടിച്ചു കിടത്തൊന്നുമല്ലല്ലോ, പെണ്ണ് കാണാൻ പോണല്ലേ. ഈ ചെറുക്കന്റെ മടി കാരണം നോക്കുന്ന ഒന്നും ശരിയാവാത്തത്. എന്താ ആ മോനേടാ വിഷ്ണു, അച്ഛനെ ആ പെണ്ണിന്റെ അച്ഛൻ ശശിക്കുട്ടനെ, ശശികുട്ടമ്പിള്ള പോടരുത്, ശശിരാജ്. ശശിരാജിന് വാക്ക് കൊടുത്തുപോയി. അപ്പൊ നീ ഒന്ന് അച്ഛന്റെ കൂടെ ചെല്ലണേ. മകളെ അച്ഛന്റെ മാനം കാക്കനടാ. എന്തോന്ന് വെച്ചാ വാക്ക് കൊടുത്തിട്ട് ഞാൻ കെട്ടാൻ പോകാത്ത പോലെയാണല്ലോ അച്ഛൻ പറയണത്. ചേട്ടാ ഇതൊക്കെ ഒരു ത്രില്ലല്ലേട്ടാ, വെറുതെ പോയി പെണ്ണൊക്കെ കണ്ടിട്ട് വാ. മക്കളെ അപ്പൂപ്പന് ഒട്ടും വയ്യ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ണടച്ച അപ്പൂപ്പന് വലിയ സന്തോഷം. കണ്ണടച്ച എങ്ങനെയാ അപ്പൂപ്പ പിന്നെ സന്തോഷിക്കണത്? അണ്ണാ, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. എൻ്റെ കൊച്ചിന്ന് വരും. പിന്നെ അങ്ങോട്ട് പോയി ഞാൻ കൂടെ പറഞ്ഞ ഐശ്വര്യത്തിൽ ഈ കല്യാണം നടക്കും. ചേട്ടൻ ധൈര്യം ഇട്ടിരി, ഞാനും വരാം. ചേട്ടൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട ഏട്ടാ, ജസ്റ്റ് പോയി പെണ്ണിനെ കന്നു കാണും, അത്രയല്ലേ ഉള്ളൂ. അല്ല, എന്നാലും അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ലല്ലോ. പിന്നെ ഇത്ര നാള് കുറെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിട്ട് പെണ്ണ് കാണാൻ പോയല്ലോ, എന്നിട്ട് അതൊക്കെ എന്തായി? എന്നാ ഒന്ന് പോവാ അല്ലേ? പക്ഷെ അവിടെ പോയിട്ട് ഒരുപാട് നേരം സംസാരിച്ചൊന്നും ഇരിക്കണ്ട, കണ്ടിട്ട് അപ്പൊ തന്നെ ഇറങ്ങാം. എടാ നീ മിണ്ടാതെ ഇരിക്കരുത്. നിന്റെ ഈ മൗനവും നിന്റെ മുടിയെ കാണുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നും. കുഴിപ്പള്ളത്തമ്മ കൊണ്ടൊന്നൊരു ബന്ധം അങ്ങനെ അടിച്ചു പോയത്. അതുകൊണ്ട് മക്കൾ അതിന് സംസാരിക്കട്ടെ. ഇവന്റെ മുടിയാണ് പ്രശ്നം. അതൊന്നും സാരമല്ല അണ്ണാ, മുടിയൊക്കെ ന്യൂജനല്ലേ. വേഷം ഒന്ന് ട്രഡീഷണൽ ആക്കിയാൽ മതി അല്ലേ അടുത്ത്? അത് മതി. മക്കളെ നീ മുണ്ട് എന്നെ കൊടുക്കണം. മുണ്ടാ? ദൈവമേ. മുണ്ടും അച്ഛൻ ഓണത്തിനെടുത്തില്ല, ചന്ദനക്കളർ ജുബ്ബ. അത് എവിടാ മക്കള് ഓണത്തിന് 2-3 അമ്പലങ്ങളിൽ ഇട്ടോണ്ട് പോയുള്ളൂ. അത് അമ്മന്റെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. എടുത്തോ അത് എടുത്തോണ്ട് പോയാൽ മതി കേട്ടാ. വെറൈറ്റി ആയിരിക്കും, പൊളിക്കും. അമ്മ എടുത്തോണ്ടോ അമ്മ. എടുത്തോ. മക്കളെ കല്യാണമൊക്കെ കഴിയുമ്പോഴേ അപ്പൂപ്പനെ മറക്കല്ലേടാ. ഒന്ന് പോവാ അപ്പൂപ്പ. അച്ഛോ ഞാനുണ്ടോ അച്ഛ? വേണ്ട വേണ്ടടാ അച്ഛാ, ഇപ്പൊ പോണ അച്ഛനും അപ്പൂപ്പനും ചിറ്റപ്പനാണ് കൂടെ പോണത്. 3 പേര്. അല്ലല്ലോ 4 പേരുണ്ടല്ലോ. 1, 2, 3, 4 കൊണ്ടുപോകുന്ന ആളെ കണക്കി പെടുത്തപ്പെടത്തില്ല. 3 പേര് ഒരു സ്ഥലത്ത് പോയാൽ മുടിഞ്ഞു പോകും. കുറിച്ച് പറയടാ. അപ്പൊ ഞാനിവിടെ വന്നാ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്, എല്ലാരും മുണ്ടൊക്കെ കൊടുത്ത് ഒരു ചന്ദ്രക്കുരയൊക്കെ തൊട്ടങ്ങ് ഇറങ്ങിക്കോ. മൊത്തത്തിൽ നമുക്ക് ട്രഡീഷണലി പിടിക്കാം. അടിപൊളി. ഐശ്വര്യമായിട്ട് അമ്മേരൊന്ന് ഉടുത്തുകൊണ്ട് വായനടാ. നിന്ന് ചെടുങ്ങാതെ ഉടുത്തോണ്ട് ഇറങ്ങടാ, സമയായി. ചേട്ടൻ വായട്ടാ, ചേട്ടൻ ഞാൻ ഒരുക്കാം.